കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നരേഷ് പാൽ ഗാംഗ്വാറിനെ മാറ്റിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ദീപ്തി ഗൗർ മുഖർജിയാണ് പുതിയ സെക്രട്ടറി. ഇദ്ദേഹത്തെ മാറ്റിയത് നിയമിച്ച് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ്. ശരത് ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്ത്, ഇയാൾക്കെതിരെ ഈ നരേഷ് പാൽ ഗാംഗ്വാറിനെതിരെ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു, വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലമാണോ ഇപ്പോൾ ദീപ്തി ഗൗർ മുഖർജിയെ നിയമിക്കാൻ ഇടയാക്കിയത്? അത് തന്നെയാണ് ശ്രീലക്ഷ്മി. കാരണം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ, ഉന്നത വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ ദീപ്തി ഗൗർ മുഖർജിയുടെ നിയമനം. മധ്യപ്രദേശ് കേഡറുള്ള ദീപ്തി പ്രധാനപ്പെട്ട വകുപ്പായ കോർപ്പറേറ്റിൽ അമിത്ഷായുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന IAS ഓഫീസർ അറിയപ്പെടുന്ന ഒരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അഫയേഴ്സ് മിനിസ്ട്രിയിലെ സെക്രട്ടറി ആയിരുന്നു ദീപ്തി. അവരെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇത് തന്നെ സർക്കാർ കാണിക്കുന്ന ഒരു കാരണം. കഴിഞ്ഞ തവണ തന്നെ ഈ ഒരു പാറ്റ സമരമുള്ളപ്പോൾ കേരള കേഡറായ വിനീത് ജോഷിയെ സ്ഥലത്ത് നിന്ന് മാറ്റിയാണ് നരേഷിനെ നിയമിച്ചിരുന്നത്. അത്തരമുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, കൂടുതൽ സമവായത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് ഈ നിയമനത്തെ നമുക്ക് ായാലും ഉന്നത വിദ്യാഭ്യാസ ഒരു മാസത്തിനിടയിൽ തന്നെ മന്ത്രി രാജിവെക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റുന്നു, പകരം വന്ന സെക്രട്ടറിയെ മാറ്റുന്നു. അത്ര രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് വിലയിരുത്തി വരും ചെയ്തു. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പുതിയ സെക്രട്ടറി ദീപ്തി എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോർപ്പറേറ്റീവ് വകുപ്പിൽ നിന്ന്, അതായത് അമിത്ഷായുടെ ഏറ്റവും വിശ്വസ്ത ഒരു സെക്രട്ടറി, ശരി.